മഹീന്ദ്ര XUV 500 ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾക്ക് മിക്കവർക്കും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ഫ്യൂവലിൻ്റെ ഫ്ലോട്ട് ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും, ഗേജ് കറക്റ്റ് കാണിക്കത്തുമില്ല. അത് നമുക്ക് ചെറിയ സൊല്യൂഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടാങ്കെല്ലാം അയച്ച് മാറണമല്ലോ. അത് ചെറിയൊരു കംപ്ലയിൻ്റാണ് വരുന്നത്. നമുക്ക് ആ കംപ്ലയിൻറ്റ് ചെറിയൊരു ഇഷ്യൂയിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും. അത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പ്രൈമറി ഫ്ലോട്ടാണ് ഈ കാണുന്നത്. ഇതായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത്. ഇതേ കൂടുതൽ കംപ്ലയിൻറ്റ് മാറാതായിട്ട് വരാറുള്ളൂ സംഭവം. ഇന്ന് പ്രശ്നം വരാനുണ്ടോ? ഞങ്ങളിപ്പോൾ സോൾവ് ചെയ്തേക്കാണ് ഈ കാണുന്നത്. ഇതുപോലെ ലൈൻ ഉണ്ട്. ഇവിടുന്ന് ഒരു ലൈൻ എടുത്തിട്ട് ഈ പോകുന്ന സപ്ലൈ ആണ് കട്ടായി പോകുന്നത്. എല്ലാം മിക്ക വണ്ടികൾക്കും അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ സപ്ലൈ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. കണ്ടോ, ഇവിടുന്നാണ് ഇവിടുന്ന് ഇങ്ങനെ ലൈൻ പോകുന്നുണ്ട്. ആ ലൈൻ കട്ടാവുന്നതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നേരിട്ടൊരു വയർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത 100% കുറവാണ്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് 2 വണ്ടിക്ക് ചെക്ക് ചെയ്തിട്ട് ഇതേ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. ഇനി ചെക്ക് ചെയ്തിട്ട് ഉണ്ടോ ഈ ലൈൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ അപ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇതുപോലെ ഒരു വയർ എടുത്ത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരെ ഉണ്ടാവില്ല. 13,000 വില വരുന്നതാണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഇന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ, അപ്പോൾ അറിയാമല്ലോ. ഇത് ഫുൾ ടാങ്ക് ആക്കിയതെന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇതിന് 2 ഗുണമുണ്ട്. 2 ഫുള്ളാക്കി വെച്ചേക്കുന്നത്. 2 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ഓണാക്കി നോക്കടാ. ഇനി മീറ്റർ പാനലിൻ്റെ കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെളിയിൽ ഇട്ടേക്കുന്നത് കേട്ടോ. ടാങ്ക് അയച്ച് വെച്ചേക്കാണ്. റെഡിയായോ? ഇതാണ് ഇത് സിമ്പിൾ പ്രശ്നം. 13,000 വില വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി മീറ്റർ പാൽ ഞാൻ കാണിച്ചു തരാം. ഇത് റെഡിയാക്കി. ഇത് ഫുൾ ടാങ്ക് ഇപ്പോൾ ഇരിക്കുന്നത്. ഫുള്ളല്ലേ കാണിക്കുന്നത്? ഒരു സെക്കൻഡ് വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ഹാഫ് ആക്കി നോക്കാം. ഇത് നമ്മൾ ഫുള്ളാക്കി വെക്കുന്നതാണ് കാണുന്നത്. ഹാഫ് ആക്കിക്കേ. രണ്ടും ഹാഫ് ആക്കേണ്ടി വരുവേ. ആ കണ്ടോ, ഇതിപ്പോൾ ഹാഫ് ആക്കിയുണ്ടോ? ജസ്റ്റ് ഒന്ന് കയറ്റിക്ക് ഫ്ലോട്ടർ വർക്ക് ചെയ്യിച്ചേ. ആ ഒരെണ്ണം മാത്രം വർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇത് നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് റെഡി ആയതാണ് കേട്ടോ. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാത്തിനും മാറിയതാണ്. 13,000 വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചായിരുന്നു. ഉണ്ടോ? എന്താ കുറയുന്നുണ്ട്. ഇപ്പം ഫ്ലോട്ട് കുറച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു വയർ എടുത്ത് അങ്ങനെ സോൾവ് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്.